കാസർഗോഡ് മഞ്ചേശ്വരത്ത് പാർട്ടി മത്സരിക്കുമെന്ന് SDPI ദേശീയ പ്രസിഡന്റ് MK ഫൈസി പറഞ്ഞു. മഞ്ചേശ്വരത്ത് SDPIക്ക് ജനകീയ അടിത്തറ വിപുലമാണ്. BJP ജയിക്കാതിരിക്കാൻ പല ഘട്ടങ്ങളിലും സമീപനം സ്വീകരിച്ചിരുന്നു. SDPI മത്സരിക്കുമ്പോൾ മാത്രമാണ് ചിലർക്ക് ഭയം. BJP ഡീൽ എന്ന ആരോപണം തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമാണെന്നും MK ഫൈസി പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മഞ്ചേശ്വരം ഞങ്ങൾക്ക് ഒരുപാട് പ്രവർത്തകരുള്ള പഞ്ചായത്ത് മെമ്പർമാരുള്ള ജനകീയ അടിത്തറ വികസിപ്പിക്കാൻ സാധിച്ചിട്ടുള്ള ഒരു പ്രദേശം. അവിടെയാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. സ്വാഭാവികമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി എവിടെ മത്സരിക്കണം എവിടെ മത്സരിക്കരുത് എന്ന് തീരുമാനിക്കുന്നത് ആ പാർട്ടി. കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ ചില ഇളവുകൾ ചില പാർട്ടികൾ ജയിച്ചു കയറുന്നതിനേക്കാൾ ഉപരി ചില പാർട്ടികളെ പരാജയപ്പെടുത്താൻ, പ്രത്യേകിച്ച് പറഞ്ഞാൽ BJPയെ പരാജയപ്പെടുത്താൻ ചില നിലപാടുകൾ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. കൃത്യമായ നിലപാടെടുത്തിട്ടുണ്ടായിരുന്നു, പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് ഞങ്ങൾ ആരോടൊപ്പമൊക്കെയാണോ നിന്നത്, അവർ പിന്നീട് BJPയെ തോൽപ്പിക്കാൻ, BJPയെ ഞങ്ങളെ തോൽപ്പിക്കാൻ BJPയോടൊപ്പം ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു കാഴ്ചയാണ് ഞങ്ങൾ പിന്നെ കാണുന്നത്. ഷഫീഖ് നസറുള്ള ചേരുകയാണ് വിവരങ്ങളുമായി. ഷഫീഖ്, ഈ ആരോപണം UDFന്റെയും LDFന്റെയും ഒക്കെ ഒരു ആരോപണം, ഇത് കേവലം തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമാണ് എന്ന് പറഞ്ഞൊഴിയാൻ SDPIക്ക് ആകുമോ? കാരണം മഞ്ചേശ്വരത്ത് നമുക്കറിയാം നെക്ക് ടു നെക്ക് ഫൈറ്റ് നടക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ മതേതര വോട്ടുകൾ, ന്യൂനപക്ഷ വോട്ടുകൾ അത് ഭിന്നിപ്പിക്കാൻ തക്ക തരത്തിലുള്ള ഒരു നീക്കം SDPIയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നുള്ള ആരോപണം വളരെ ഉറച്ചൊരു ആരോപണം. അതിന് കൃത്യമായി മറുപടി പറയാൻ SDPIക്ക് കഴിയുന്നുണ്ടോ? മഞ്ചേശ്വരം മണ്ഡലത്തിലാണ് SDPI സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. AK മഷ്റഫ്, അതോടൊപ്പം തന്നെ K സുരേന്ദ്രൻ മത്സരിക്കുന്ന മണ്ഡലത്തിൽ നേരിയ ഭൂരിപക്ഷത്തിലാണ് BJP അവിടെ ജയിച്ചു കയറാറുള്ളത്. ആ മണ്ഡലത്തിൽ SDPI കൂടി മത്സരിക്കുകയാണെങ്കിൽ അത് മതേതര വോട്ടുകൾ ഭിന്നിപ്പിക്കും എന്നൊരു ആശങ്കയുണ്ട്. SDPI പ്രാദേശികമായ വിഷയമാണ് അവിടെ മത്സരിക്കുന്നതിന് കാരണമായി സൂചിപ്പിക്കുന്നതെങ്കിലും ദേശീയ നേതാക്കൾ ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇടപെടുന്നതിൽ ദേശീയ തലത്തിൽ തന്നെ BJPയുമായി ഒരു ഡീൽ നടന്നിട്ടുണ്ട് എന്ന ഒരു ആരോപണവും UDF ഉയർത്തുന്നത്. വലിയ രൂപത്തിൽ BJPയുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് മഞ്ചേശ്വരത്തെ SDPIയുടെ സ്ഥാനാർത്ഥിത്വം എന്നതാണ് UDF ആരോപിക്കുന്നത്. BJPയെ സഹായിക്കുക എന്നത് മാത്രമാണ് SDPIയുടെ ലക്ഷ്യം എന്നും UDF ആരോപിക്കുന്നത്. പ്രധാനമായും മഞ്ചേശ്വരത്തെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് SDPIക്കുണ്ടായ പരാജയം, ആ പരാജയത്തിന് പിന്നിൽ ലീഗാണ് എന്നതാണ്. പ്രാദേശികമായി മുസ്ലിം ലീഗിനോട് SDPIക്കുള്ള ഒരു വികാരത്തിന് പ്രധാനമായ കാരണം. അവർക്ക് ബ്ലോക്ക് പഞ്ചായത്തിൽ അംഗമുണ്ടായിരുന്നു, ഗ്രാമപഞ്ചായത്തുകളിലും അംഗങ്ങളുണ്ടായിരുന്നു. ഈ അംഗങ്ങൾ ആകെയും പരാജയപ്പെട്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പ്രാദേശിക നേതാക്കൾക്കും അതോടൊപ്പം തന്നെ പ്രവർത്തകരെയും സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിനോട് വലിയ വിരോധമുണ്ടായി. ഈ വിരോധമാണ് ഇത്തരത്തിൽ ഒരു മത്സര രംഗത്തിലേക്ക് കടക്കുന്നതിന് കാരണം എന്നതാണ് പ്രധാനമായും ആരോപിക്കുന്നത്. എന്നാൽ ഈ വിഷയത്തിൽ ദേശീയ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ നിലപാട് പ്രഖ്യാപിക്കുമ്പോൾ അത് പ്രാദേശികമായ ചെറിയ പ്രശ്നങ്ങൾ മാത്രമല്ല, പ്രാദേശിക ഇഷ്യൂവിന്റെ പേരിലല്ല SDPI മത്സരിക്കുന്നത്. വലിയ രൂപത്തിൽ ദേശീയ നേതൃത്വം ഇടപെട്ടുകൊണ്ടുള്ള ഒരു ഡീലാണ് ഇതിന്റെ പിന്നിൽ നടന്നത് എന്നതാണ് സൂചിപ്പിക്കുന്നത്. SDPI സ്ഥാനാർത്ഥിയുടെ പേരും വലിയ രൂപത്തിൽ വിവാദമാകുന്നത്. SDPI സ്ഥാനാർത്ഥി അവിടെ സാധാരണ അറിയുന്ന പേരിലല്ല, AK മഷ്റഫിന് സമാനമായ പേര് ഉൾപ്പെടുത്തിയാണ് ഇപ്പോൾ നാമനിർദ്ദേശ പത്രികയിട്ടുള്ളത്. അങ്ങനെ അഷ്റഫ് എന്ന പേരിൽ തന്നെ SDPI കൂടി മത്സരിക്കുമ്പോൾ AK മഷ്റഫിന് ലഭിക്കേണ്ട വോട്ടിന്റെ എണ്ണം ഏതെങ്കിലും സ്വഭാവത്തിൽ കുറയുകയാണെങ്കിൽ അത് BJPയെ സഹായിക്കും എന്നതാണ് പ്രധാനമായി കാണുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൽ വിജയിച്ച് കയറാം. ഒരു ഘട്ടത്തിൽ 100-ൽ താഴെ വോട്ടിന് മാത്രമാണ് അവിടെ K സുരേന്ദ്രൻ പരാജയപ്പെട്ടത്. കഴിഞ്ഞ തവണയും 1000-ൽ താഴെ വോട്ട് മാത്രമാണ് AK മഷ്റഫിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നത്. അങ്ങനെ വളരെ നിർണായകമായ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു ഘട്ടത്തിൽ, കപ്പിനും ചുണ്ടിനുമിടയിൽ BJPക്ക് മണ്ഡലം നഷ്ടപ്പെടുന്ന ഒരു ഘട്ടത്തിൽ അത് തിരിച്ചു പിടിക്കണം, ആ മണ്ഡലത്തിൽ ഇഷ്ടപ്പെട്ട വിജയിക്കണം എന്നത് മാത്രമാണ് BJPയെ സംബന്ധിച്ചിടത്തോളം സഹായിക്കുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ SDPIയുടെ പേരിൽ നടക്കുന്നത് എന്നതാണ് പ്രധാനമായും ഇവിടെയുള്ള ആളുകൾ സൂചിപ്പിക്കുന്നത്.